അതുപോലെ ഇതിനെ പറയുന്നത് കുറ്റിയാണ്. ഈ കുറ്റി എളുപ്പമായ പ്ലാവിൻ്റെ ഇത്രയും കൊണ്ടാണ് ഇതിനകത്തൊരു ചെറിയൊരു സുഷിരമാണ്. അതിനെ ജീവനാളി എന്നാണ് അറിയപ്പെടുന്നത്. കിടക്കയുടെ ശബ്ദം പുറത്തു വരിക സഹായിക്കുന്നൊരു സാധനം. പിന്നെ അതുപോലെ കുറ്റി താങ്ങി ചെറിയ ഇതുപോലുണ്ട്, അതിന് കുറ്റി താങ്ങി എന്നാണ് പറയുന്നത്. കുറ്റി താങ്ങാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് പല ശ്രുതികളുണ്ട്. അപ്പോൾ ഈ കുറ്റി താങ്ങിയാണ് പല വേരിയേഷൻസ് ശബ്ദത്തിൽ. അപ്പോൾ അതിനാണ് ഈ കുറ്റി താങ്ങി സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കച്ച, അത് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ താങ്ങി നിർത്താൻ സഹായിക്കുന്നത്. പിന്നെ ഇടയ്ക്കയിൽ സ്വാഭാവികമായി നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ആകർഷണീയമായി തോന്നുന്ന ഇതിൻ്റെ പേരാണ് കൊടിപ്പ് എന്ന് പറയും. കൊടിപ്പ് ഇത് 64 എണ്ണമാണ്. ഈ 64 എണ്ണം ഉദ്ദേശിക്കുന്ന കൃഷ്ണൻ്റെ 64 കലകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇടയ്ക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക ഒരു ദൈവവാദിയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പഞ്ചവാദി, പിന്നെ കഥകളി, പിന്നെ കൊട്ടിപ്പാട്ട് സേവ, ഈ സോപാന സംഗീതം, അഷ്ടപതി, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊരു പ്രത്യേകത, ഈ തൃക്കോവിന് സമീപം വായിക്കാൻ പറ്റുന്ന അപൂർവം ചില വാദ്യങ്ങളിൽ ഒന്നാണ് ഇടയ്ക്ക എന്നറിയുന്നത്. അപ്പോൾ അതിനെ വായിച്ചോളാം. അതിന് നമ്മൾ ഇടയ്ക്ക വായിക്കുന്ന ഗണപതി കൈ കൊട്ടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ദൈവവാദ്യങ്ങളിലും പൊതുവെ വാദ്യങ്ങളിൽ ഗണപതിക്ക് കൊട്ടുന്ന ചുരുക്കം ചില വാദ്യങ്ങളുണ്ട്. അതിനും ഒന്നാണ് ഇടയ്ക്ക. ഇപ്പോൾ തുടങ്ങാം. ഇവിടെ ഒരു പദം ശിവന്റെ ഒരു കീർത്തനം